എൻ്റെ പേര് ബിജു. നമ്മളെ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന സ്ഥലത്ത് പുച്ചമണ്ണ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ മേഖലയിൽ 20 വർഷത്തോളമായി. ഈ മേഖലയിൽ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? കാരണം തുടക്ക കാലങ്ങളിൽ പണ്ടൊക്കെ എന്താ ചെയ്തിരുന്നത്? ആദ്യകാലങ്ങളിലെ ഈ മേഖലയിൽ ഇൻഡസ്ട്രിയൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു. അന്ന് മെഷീനറികൾ വളരെ കുറവായിരുന്നു. അന്നത്തെ മെഷീനറികൾ പിടിക്കാൻ വെൽഡ് മെഷീൻ ആണെങ്കിലും 2-3 ചേർന്ന് കൊണ്ടുപോകേണ്ട ഒരു സംഭവമായിരുന്നു. ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായിട്ട് തോളിൽ തൂക്കിയാണ്ട് കൊണ്ടുനടക്കുന്ന മെഷീനറികളാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നു. അന്ന് ഗ്രൈൻഡറുകളൊക്കെ വളരെ കുറവായിരുന്നു. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു പൈപ്പുകളൊക്കെ കട്ട് ചെയ്തിരുന്നത്. ഇന്നേയും ഗ്രൈൻഡർ, ഡ്രില്ല് എല്ലാ സംഭവങ്ങളും വന്നു. ഇന്നത്തെ വർക്ക് കൂടുതൽ ആദ്യത്തെ ഉപയോഗിച്ച് ഒന്നുകൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ ഇല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ 2026 നിൽക്കുമ്പോൾ സ്ഥാപനം എന്തൊക്കെ വർക്കുകളാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്? മെയിൻലി ഈ ഇൻഡസ്ട്രി മേഖലയിലെ ഒരുവിധം എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. റൂഫ് വർക്ക്, ഡ്രസ് വർക്ക്, അതേമാതിരി ഇങ്ങനെ ഗേറ്റ്, ഗ്രില്ല്, ഷട്ടർ, അങ്ങനെ എല്ലാ പോളികാർബൺ ഷീറ്റിന്റെ വർക്ക്, എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതില് ഒരു പല പല പാറ്റേണിൽ കണ്ടെത്തുന്നത്. അത് പാറ്റേണിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലയന്റിന് ഒരു ഡിസൈൻ ഉണ്ടാവും, നമ്മളെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ അവരെ ഡിസൈനും നമ്മളെ ഡിസൈനും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഡിസൈൻ ഒരു പ്ലാൻ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി കൊടുക്കും. അവർ പറയുന്ന അതേമാതിരി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു രീതിയിലും കൂടിയും ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വർക്കുകളാണ് വരുന്നത്? ഒരു പുതിയ വീട്ടിൽ ഇൻഡസ്ട്രിയൽ വർക്ക് പറഞ്ഞാൽ അതിൽ ഗേറ്റ് വരുന്നുണ്ട്, മതിലിന് ഡിസൈനുകൾ വരുന്നുണ്ട്, ഉള്ളിലെ വർക്കുകളാണെങ്കിൽ സ്റ്റെയർ കേസ് വർക്കുകൾ വരുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് പുറത്ത് ബാൽക്കണി, മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിതിലൊരു വർക്കിന്റെ ടൈം എങ്ങനെ ഷെഡ്യൂൾ ചെയ്തു? വർക്കിന്റെ ടൈം എന്ന് പറഞ്ഞാൽ അവര് വർക്ക് നമ്മളെ ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ അവരോട് പറയും. പിന്നെ അത് കറണ്ട് കാര്യങ്ങൾ, മഴ ഒക്കെ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. ഏകദേശം അവർക്ക് നമ്മൾ ഏകദേശം പറയുന്ന സമയത്ത് ഏകദേശം പരമാവധി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നോക്കാറുണ്ട്. നമ്മൾ കൂടുതൽ വർക്കുകൾ ഈ വണ്ടൂര്, കാളികാവ് ഏരിയയിലാണ് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? അല്ല, നമുക്ക് എല്ലാ മേഖലയിലും വർക്ക് ഉണ്ട്. കൂടുതൽ നമ്മളെ ഈ ഏരിയ കൂടുതൽ എടുത്തുകൂടെ തന്നെ നമുക്ക് കൂടുതൽ വർക്കുകൾ ഉണ്ടാവുകൊണ്ട് ദൂരം വഴിക്ക് അങ്ങനെ കൂടുതൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. കസ്റ്റമർ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന വെച്ചാൽ നമ്മളെ വർക്കുകൾ കണ്ടിട്ടും നമ്മളോടുള്ള ഒരു സംസാരത്തിൽ അവർക്ക് നമ്മളോടൊരു ഇഷ്ടപ്പെടുന്ന രീതി ആകുമ്പോഴാണല്ലോ നമ്മളോട് അവര് നമുക്ക് വർക്കും കാര്യങ്ങളും തന്നെ. അങ്ങനെ പുതിയ കുറെ കസ്റ്റമറുകളുണ്ട്. ഏത് വർക്കാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്താൽ മതി എന്നുള്ള പറയുന്ന കുറെ കസ്റ്റമറുകളുണ്ട്. ഇന്നിപ്പോ ഈ സാറിന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരു അപ്ഡേഷൻ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഇതിലും ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഒരു 10-20 വർഷത്തെ നോക്കിയാണെങ്കിൽ ഇപ്പൊ ഈ 2026 വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം കുറെ മാറ്റങ്ങൾ വന്നു ഈ മേഖലയിൽ. ഇനിയും കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. സാറിന് സപ്പോർട്ടീവ് ആയിട്ട് എത്ര പേരാണ് വർക്ക് ചെയ്യുന്നത്? അവരുടെ സപ്പോർട്ട് എത്ര പേരുള്ളത്? നമ്മളിത് 4 പേരാണ് ഉള്ളത്. പിന്നെ വർക്കിനനുസരിച്ചൊക്കെ നമ്മൾ ആളെ കൂട്ടിയും കുറച്ചൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. ഇനി എന്താണ് ആഗ്രഹം സാറിന്റെ? ഒരു ലക്ഷ്യം ഉണ്ടാവില്ല, ഒരു ഡ്രീം ഉണ്ടാവില്ല എപ്പോഴും? ഡ്രീം നമ്മളെ ഈ മേഖലയിൽ തന്നെ, ഈ മേഖലയിൽ ഇനി പുതിയതായിട്ട് എന്തെല്ലാം വരാൻ പോകുന്നു എന്നുള്ളത് തന്നെ നോക്കി കാണാനാണ് താല്പര്യം. ഫാമിലി വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. ഇത് നമ്മൾ ചെയ്തൊരു ഗേറ്റ് ആണ്. 2x2 സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ ചെയ്തത്. ഇത് HPL ഷീറ്റാണ്. വുഡിൻ്റെ കളറ് തേക്കിൻ്റെ കളറിലാണ്. ഇത് നമ്മളെ പ്ലെയിൻ ഷീറ്റ് GAയിൽ ലേസർ കട്ടിങ് ചെയ്താണ്. ഏകദേശം 15 അടിയോളം നീളം വരുന്ന ഒരു ഗേറ്റാണിത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗേറ്റിൻ്റെ വേറൊരു വെറൈറ്റി ഡിസൈനാണ് ചെയ്തത്. ഇത് പ്ലെയിൻ ഷീറ്റ്, ഇത് HPL ഷീറ്റ്, ഇത് GAയിൽ ലേസർ കട്ടിങ് ചെയ്താണ്. എന്നിട്ട് പെയിൻ്റ് അടിച്ച് ഉണ്ടാക്കിയതാണ്. HPL ഷീറ്റാണ് ഈ കാണുന്നത്, മറ്റേ പ്ലെയിൻ ഷീറ്റുമാണ്. പിന്നെ ഇതിന് ചെറിയൊരു ഗേറ്റ് കൂടെ ഉണ്ട് തുറക്കാൻ വേണ്ടിയുള്ളത്, അതും ഈ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ പേര് വെൽഡ് വേൾഡ് ഇൻഡസ്ട്രിയൽ എന്നാണ്. കാളികാവിക്ക് അടുത്ത് പുച്ചമണ്ണ, മലപ്പുറം ജില്ലയിൽ.